എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. ഞാൻ ഷാനി. ലാബ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നീ എക്സാമുകൾക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 11ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ് തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നോട്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനൽ കാണാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഡീപ്പായിട്ട് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഭാഗത്തുനിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് വ്യക്തമായിട്ട് ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നമുക്ക് പെട്ടെന്ന് നോക്കി പോകുന്നില്ല. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും നല്ല വൃത്തിക്ക് ചെയ്തുകൊണ്ടാണ് പോണത്. ഇനിയൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാനുണ്ടാവില്ല. കാരണം ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ കുറേ ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? നമുക്കറിയാം, ഭരണഘടനയിൽ നമ്മൾ പല കാര്യങ്ങളും പല രാജ്യങ്ങളിൽ നിന്നുമായിട്ട് ഉള്ള സംഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓരോ സംഭവങ്ങൾ എവിടെ നിന്നൊക്കെയാണ് എടുത്തത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വരുന്നത് പാർലമെൻ്ററി ജനാധിപത്യം. പാർലമെൻ്ററി ജനാധിപത്യം ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അതേപോലെ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത സംഭവങ്ങളാണ് ഏക പൗരത്വം, നിയമവാഴ്ച. നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നിയമവാഴ്ച നമ്മൾ ഇവിടുന്ന് കടം എടുത്തതെന്നാണ് ചോദിച്ചത്. അപ്പം നിയമവാഴ്ച എവിടുന്നാണ്? ബ്രിട്ടനിൽ നിന്ന്. അതിന് ആൻസർ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി. ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ഒരു മാർക്ക് ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ഇല്ല. പിന്നെ എന്താ? ക്യാബിനറ്റ് സമ്പ്രദായം, രാഷ്ട്രത്തലവന് നാമം മാത്രമായ അധികാരം, റിട്ടുകൾ, ദ്വിമണ്ഡല സഭ, തിരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്വം, CAG, സ്പീക്കർ. ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. പാർലമെൻ്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, രാഷ്ട്രത്തലവന് നാമം മാത്രമായ അധികാരം, റിട്ടുകൾ, ദ്വിമണ്ഡല സഭ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, CAG, സ്പീക്കർ. ഒരു ഭാഗം ഒരുപാടെണ്ണം ഉണ്ട് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തത്. നിങ്ങൾ എന്തെങ്കിലും കോഡൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് എന്താ പറയുക മനസ്സിൽ ഉറപ്പിച്ച് വെച്ചോളാം. നിങ്ങൾ ഒരു മാർക്കാണ് ഇവിടെ കിടക്കുന്നത്. അപ്പം ഞാൻ എന്താ പറയുക, ഞാനൊരു ചെറിയൊരു കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉപയോഗിക്കാം. പരാക്കാനി ഏറെ സൊസിക്കുതിര ബ്രിട്ടനിലേക്ക് യാത്രയായി. അതിലെല്ലതും ഉണ്ട്. പരാക്കാനി ഏറി എന്താ പറയുക, ദിദി കുതിര, ദീന്ന് കൊടുക്കേണ്ടി വരും. ദിദി കുതിര ബ്രിട്ടനിലേക്ക് യാത്രയായി. അതിൽ ഏകദേശം എല്ലാ രാജ്യങ്ങളും എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. നെക്സ്റ്റ് USA കടമെടുത്തത് എന്തൊക്കെയാണെന്ന് നോക്കാം. മൗലികാവകാശങ്ങൾ, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന. പിന്നീട് എന്താ ഉള്ളത്? വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, സുപ്രീം കോടതി. ഇത്രയാണ് USA കടമെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് USA കടമെടുത്തിരിക്കുന്നത് എന്ന് ഒന്നുകൂടെ നോക്കാം. മൗലികാവകാശങ്ങൾ, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന. പിന്നെന്തൊക്കെയാ? വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, സുപ്രീം കോടതി. വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, സുപ്രീം കോടതി. ഞാൻ ചെറിയൊരു കോഡ്, അജ്മൗലി എംഫസോസു, വൈസ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക. സംഭവത്തിൽ ഇതിൽ എല്ലതും ഉണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഒന്നുകൊണ്ട് നോക്കാം. USA എന്തൊക്കെയായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിക്കുക. മൗലികാവകാശങ്ങൾ നമുക്ക് ഒട്ടും മറക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് മൗലികാവകാശങ്ങൾ. ആമുഖം USA സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന. വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, സുപ്രീം കോടതി. ഇത്രയും USA നിന്നാണ്.
അടിയന്തരാവസ്ഥ കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. അതുപോലെ മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളും റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ റഷ്യ, പഞ്ചവത്സര പദ്ധതി റഷ്യ, ഇത് രണ്ടും കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. ഈ മൗലിക അവകാശങ്ങൾ ഇതൊന്നും ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തതാണ്. അതുപോലെ ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ ലിസ്റ്റുകൾ, കാനഡ, IUFA കാനഡ എന്ന് പഠിച്ചു വെച്ചാൽ മതി. അവശിഷ്ടാധികാരം, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, IUFA കാനഡ, അതിലെല്ലതും ഉണ്ട്. അവശിഷ്ടാധികാരമുണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പം അത്രയും പഠിച്ചു വയ്ക്കുക. ആസ്ട്രേലിയയിൽ നിന്ന് എന്തൊക്കെയാ? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, അതാണ് ആസ്ട്രേലിയയിൽ നിന്ന്. പിന്നെ എന്തൊക്കെയാ? കൺകറന്റ് ലിസ്റ്റും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവും ആസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്നും കൂടെ നോക്കൂ. കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. കാനഡയിൽ നിന്നാണ് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഉണ്ട് കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നുമാണെങ്കിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവും കൺകറന്റ് ലിസ്റ്റും ആസ്ട്രേലിയയിൽ നിന്നാണ്. 3 ലിസ്റ്റുകളാണ് നമുക്കുള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അതിൽ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്ന്, കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്ന്. മറന്നു പോണ്ട. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആസ്ട്രേലിയ. മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നതും എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. എന്തൊക്കെയാ? മാർഗനിർദ്ദേശക തത്വങ്ങള്, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നതും അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അതുപോലെ ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആണ്. അതെവിടുന്നാ? ദക്ഷിണാഫ്രിക്ക. റിപ്പബ്ലിക്, സ്വതന്ത്രം, സമത്വം, സാഹോദര്യം ഫ്രാൻസ്. റിപ്പബ്ലിക്, സ്വതന്ത്രം, സമത്വം, സാഹോദര്യം, ഇത്രയും എവിടുന്നാ കടമെടുത്തിരിക്കുന്നത്? ഫ്രാൻസിൽ നിന്നാണ്. അതുപോലെ ഗവർണർ പദവി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവർണർ പദവി നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പബ്ലിക് സർവീസ് കമ്മീഷൻ കടമെടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഫെഡറൽ കോടതി കടമെടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അല്ലേ? 1935 ഫെഡറൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നുമാണ് ഗവർണർ പദവിയും പബ്ലിക് സർവീസ് കമ്മീഷനും ഫെഡറൽ കോടതിയും നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചു, ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. നിയമവാഴ്ച എവിടുന്ന കടമെടുത്തിരിക്കുന്നത് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറാണ് ബ്രിട്ടൻ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എന്താണ്? നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആരാ എന്നാ ചോദിച്ചിരിക്കുന്നത്. നാറ്റോ സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയാണ് കേട്ടോ. മാർക്ക് റൂട്ടെയാണ് നാറ്റോ എന്ന സൈനിക സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത് എന്നാണ്. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശങ്ങൾ ഏതൊക്കെ? മൗലിക അവകാശങ്ങളാണ് കോടതി മുഖേന നമുക്ക് സ്ഥാപിച്ചു കിട്ടുന്നത് എന്ന് നമുക്കറിയാം അല്ലേ? മൗലിക അവകാശങ്ങളാണ് നമുക്ക് കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നത്. ഈ മൗലിക കടമകളോ നിർദ്ദേശ തത്വങ്ങളോ ഒന്നും നമുക്ക് കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നതല്ല. മൗലിക അവകാശങ്ങൾ നമുക്ക് കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നതാണ്. ഓപ്ഷൻ എ തുല്യ ജോലിക്ക് തുല്യ വേതനം. ഓപ്ഷൻ ബി ജീവനോപാധികൾ ലഭിക്കാനുള്ള അവകാശം. ഓപ്ഷൻ സി സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഓപ്ഷൻ ഡി സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് കോടതി മുഖേന പൗരന് സ്ഥാപിച്ച് കിട്ടുന്ന അവകാശം ഏത്? നമുക്ക് ആദ്യം നമ്മൾ പഠിച്ചു മൗലികാവകാശങ്ങൾ കോടതി മുഖേന പൗരന് സ്ഥാപിച്ച് കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണ് ഈ മൗലികാവകാശങ്ങൾ എന്ന് നോക്കിയിട്ട് നമുക്കിതിനെ ആൻസർ ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നത്. മൗലികാവകാശങ്ങൾ 6
മൗലികാവകാശങ്ങളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 7ാമത്തത് ഇപ്പം നിലവിലില്ല. അത് എന്താണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം എന്നതായിരുന്നു 7ാമത്തെ അവകാശം. അത് ഇപ്പോൾ ഒരു നിയമാവകാശം മാത്രമായി മാറി. അതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 300A ആണ് അല്ലേ. 300A 44ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് എന്ത് സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൻ്റെ പട്ടികയിൽ നിന്നും മാറ്റിയത്. 1978 44ാം ഭരണഘടനാ ഭേദഗതി വഴി. PSC എത്രയോ തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ് 44ാം ഭരണഘടനാ ഭേദഗതി. ഏത് ഭേദഗതി വഴിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റി നിർത്തിയത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇനി നോക്കാം മൗലികാവകാശങ്ങൾ. ഇപ്പം നമുക്കറിയാം 6 ഉള്ളത്. 6 ഒന്ന് നോക്കാം. ഒന്നാമത്തത് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് പറയുന്നത്. സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 14 to 18 വരെ. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 to 22 വരെ. ഇതിലും 6 സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് 19 to 22 വരെയാണ്. അത് ആർട്ടിക്കിൾ 19 6 സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം. രണ്ടാമത്തത് സമാധാനപരമായി സംഘടനകൾ അല്ലെങ്കിൽ സമാധാനപരമായി യോഗം ചേരാനുള്ള സ്വാതന്ത്ര്യം. നെക്സ്റ്റ് എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ ഏത് തൊഴിലും മാന്യമായ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇത്രയാണ് സ്വാതന്ത്ര്യത്തിൽ പറയുന്നത്. ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം. 2 സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. 3 സമാധാനപരമായി നിരായുധരായി യോഗം ചേരാനുള്ള സ്വാതന്ത്ര്യം. 4 എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. 5 മാന്യമായ ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. 6 എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ 6 സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ആർട്ടിക്കിൾ 19 പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തതാണ് ചൂഷണത്തിനെതിരായ അവകാശം. ചൂഷണത്തിനെതിരായ അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 23 മുതൽ 24 വരെയാണ് കേട്ടോ. നാലാമത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 to 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. അഞ്ചാമത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 28 to 30 വരെയാണ്. ആറാമതായി പറയുന്നത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതായത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 19 6 സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം, രണ്ടാമത്തെ സംഘടന രൂപീകരിക്കുക, മൂന്നാമത്തെ സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം, 4 എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, 5 മാന്യമായി ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, 6 എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. അതിലൊരു സ്വാതന്ത്ര്യമാണ് സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കോടതി മുഖാന്തരം സ്ഥാപിച്ചു കിട്ടുന്നത് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെൻറ്റിന് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണ്. നെക്സ്റ്റ്, ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലായിരിക്കും. 3 നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്.
ഈ ക്വസ്റ്റ്യൻ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നാളെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വൃത്തിക്ക് പഠിച്ചിരിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. നാളെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ശുഭദിനം.